Hello dear parents and my dear students. Basically ഈ വീഡിയോ ട്യൂഷൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി അമൽസ് അക്കാഡമിയിലെ ട്യൂഷൻസ് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. നിങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ 8ാം ക്ലാസ്സിലായിരിക്കാം, 9ാം ക്ലാസ്സിലായിരിക്കാം, 10ാം ക്ലാസ്സിലായിരിക്കാം അല്ലെ. നമ്മൾ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് ഉള്ള കുട്ടികൾക്കാണ് ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ICSE, CBSE ആൻഡ് സ്റ്റേറ്റ്. ഓക്കെ, ഇതിൽ ഏത് ക്ലാസ്സിലാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കുള്ള മുഴുവൻ കണ്ടന്റും യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഒരുപാട് ആൾക്കാർ കോഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ കോഴ്സ് ഫ്രീ ആണ്, കണ്ടന്റ് ഫ്രീ ആയത് കൊണ്ട് എല്ലാ കുട്ടികൾക്കും ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടോ? എല്ലാ കുട്ടികൾക്കും ഫുൾ മാർക്ക് കിട്ടുന്നില്ല. അപ്പൊ കണ്ടന്റ് മാത്രമല്ല പ്രൈം ഫാക്ടർ. കണ്ടന്റിൽ ഒരു കുട്ടികൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസും കുട്ടികൾക്ക് ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ആവശ്യമാണ്. അതാണ് നമ്മളുടെ സ്പെഷ്യാലിറ്റി. നമ്മുടെ ട്യൂഷൻസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കുട്ടികൾ കണ്ടന്റ് മാത്രമല്ല, എക്സാംസ് ഉള്ള എല്ലാ മാസവും നിങ്ങളുടെ കുട്ടികൾക്ക് 1-to-1 മെന്റർഷിപ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടുന്ന് പഠിക്കണം, എന്ത് പഠിക്കണ്ട എന്നുള്ളതുകൂടെ അറിയണം അല്ലേ. അത് മാത്രമല്ല, ഒരു ചാപ്റ്റർ വായിക്കുമ്പോഴത്തേക്ക് ഒരു ചാപ്റ്ററിൽ എപ്പോഴും ഹൈ വാല്യൂ ടോപ്പിക്സ് ഉണ്ടാവും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ച ടോപ്പിക്സ് ഉണ്ടാവും. അതാണ് നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഇപ്പൊ CBSE ആയാലും സ്റ്റേറ്റ് ആയാലും നമ്മൾ ടെക്സ്റ്റ് പറഞ്ഞാൽ ആദ്യം അമ്പിളിയും രാധയും കൂടെ പൂപറിക്കാൻ പോയ കഥ കാണും, പിന്നെ രാമനും സോമനും കൂടെ ഞാറന്നാൻ പോയ കഥ കാണും അല്ലെ. ഇങ്ങനെ കുറെ കഥകൾ. അപ്പൊ കുട്ടികളുടെ ആദ്യത്തെ 15 മിനിറ്റ് ആണ് ഇവിടെ ഏറ്റവും ഹൈപ്പർ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത്. ആദ്യം 2 കഥ കേൾക്കും, കുട്ടികൾ ഈ കഥ ഓർക്കും, പക്ഷെ പ്രോപ്പർ കണ്ടന്റ് നമുക്ക് വേണ്ടേ. അപ്പൊ ഒരു ടെക്സ്റ്റ് എടുത്താൽ നമ്മൾ ആദ്യം അതിനകത്ത് നമ്മൾ പ്രൈം ഫോക്കസ് കൊടുത്ത് വായിക്കേണ്ട അതിനകത്ത് ഹൈ വാല്യൂ ടോപ്പിക്സ് ആണ്. എന്നിട്ട് ചെറിയ ചെറിയ ടോപ്പിക്സ് നമുക്ക് നോക്കാം. അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ നുവാൻസസിനെ ഉണ്ടാക്കാൻ പറ്റുന്ന ചേഞ്ച് ഭയങ്കര വലുതാണ്. നിങ്ങൾ സ്കൂളിലെ കുട്ടികൾക്ക് കിട്ടുന്ന എക്സാം പേപ്പേഴ്സ് നമുക്ക് അയച്ചു തരണം, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. എവിടെയാണ് തെറ്റിച്ചത്? കൺസെപ്ച്വൽ പ്രശ്നമാണോ, പ്രാക്ടീസിന്റെ പ്രശ്നമാണോ, ഇനി പഠിക്കാത്തതാണോ? ഇതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് അറിയണ്ടേ. അപ്പൊ ഒരു പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് കുട്ടികൾക്ക് കിട്ടും. എല്ലാ കുട്ടികൾക്കും അവരുടെ പഠിക്കുന്ന രീതി വ്യത്യസ്തമാണ്. അപ്പൊ അവർക്ക് ഡിഫറെന്റ് ഡൗട്ട്സ് ഉണ്ടാവും. ഈ ഡൗട്ട്സ് എല്ലാം ക്ലാസ്സിൽ ചോദിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇൻഡിവിജ്വൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് നമുക്ക് ഒരു സ്ട്രക്ചറിൽ നമുക്ക് ഇത് ചെയ്യണം. അപ്പം കണ്ടന്റും കുട്ടികൾക്ക് കിട്ടും. അത് മാത്രമല്ല ഒരു പ്രോപ്പർ ഗൈഡൻസും ഉണ്ടാവും. അപ്പൊ എക്സാംസ് ഉള്ള എല്ലാ വീക്കിലും അവർക്ക് മിനിമം 15 to മീൻസ് കുട്ടികളുടെ പേഴ്സണൽ എത്രയാണ് കുട്ടികൾക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമ്മൾ കുട്ടികൾക്ക് ടൈം കൊടുക്കും. ഓക്കെ, പിന്നെ നമുക്ക് വേറെ പ്രത്യേകത എന്ന് പറയുന്നത് മിനി ബാച്ചസ് ആണ്. ഒരു ബാച്ചിൽ 20 കുട്ടികൾ കൂടുതൽ ഒരിക്കലും കാണത്തില്ല. 21ാമതൊരു കുട്ടി ഒരു ബാച്ചിൽ ഉണ്ടാകത്തില്ല. വി ഹാവ് എ സ്ട്രിക്ട് സീലിംഗ് പോളിസി. ഒരു ബാച്ചിൽ 20 കുട്ടികൾ മാത്രമേ കാണത്തുള്ളൂ. 20 കുട്ടികളെ ശ്രദ്ധിക്കുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമില്ല. ഓക്കെ, ഡെഡിക്കേറ്റഡ് ബാച്ചസ് ആണ്. നമ്മൾ എല്ലാ ക്ലാസ്സിന്റെയും ഓരോ ബാച്ച് വെച്ച് എടുക്കുന്നുള്ളൂ. നമുക്ക് ഒരുപാട് ആൾക്കാരൊന്നും വേണ്ട, വളരെ കുറച്ച് ആൾക്കാരെ എടുക്കുക, അവരെ പഠിപ്പിച്ച് റെഡിയാക്കാം. ഇതാണ് നമ്മുടെ മോട്ടോ. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ ബാച്ചസ് 20 സ്റ്റുഡൻസ് ലിമിറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് 1-to-1 ഗൈഡൻസ് ഉണ്ട്. പിന്നെ ബാച്ച് വൈസ് കണ്ടന്റ് എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് അത്യാവശ്യം ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻസ് ആണ്. കുട്ടികളുടെ ക്യാമറയും മൈക്കും ഓൺ ആയിട്ട് ഇന്ററാക്ട് ചെയ്താണ് പഠിപ്പിക്കുന്നത്. പിന്നെ നമുക്കിവിടെ സിമുലേഷൻസ് ഉണ്ട്. എക്സ്പെരിമെന്റ്സ് എല്ലാം നമുക്ക് കാണിച്ചാണ് പഠിപ്പിക്കുന്നത്. കാണില്ലേ, എല്ലാ എക്സ്പെരിമെന്റ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ വീണ്ടും ഫീച്ചേഴ്സ് ഉണ്ട്. വേറെ ടൂൾസ് ഉണ്ട് നമുക്ക് പഠിപ്പിക്കാനായിട്ട്. അപ്പം ഇങ്ങനത്തെ എക്സ്പീരിയൻസും വീഡിയോസ് ഒക്കെ കാണിച്ച് പഠിപ്പിക്കുമ്പോഴത്തേക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ഓഫർ എന്ന് പറയുന്നത് April 24th, അതായത് ഇന്ന് മുതൽ 30th വരെ നമ്മൾ ഹെവി ഡിസ്കൗണ്ട്സ് റൺ ചെയ്യും. ആദ്യമായിട്ടാണ് അമൽസ് അക്കാഡമി ഇത്രയും ഹെവി പ്രൈസ് ഡിസ്കൗണ്ട് വരുന്നത്. അത് ആദ്യത്തെ 10 സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യത്തെ 10 സ്റ്റുഡൻസിന് മാത്രമേ ഈ സാധനം ഉള്ളൂ. ബാക്കി ഉള്ളവർക്ക് പഴയ ഫീസ് ആയിരിക്കും. എല്ലാ കുട്ടികൾക്കും ഇത് കൊടുത്താൽ ഞാൻ പാപ്പരായി പോകും. അതുകൊണ്ടാണ് ഈ ആദ്യത്തെ 10 കുട്ടികൾക്ക് മാത്രമേ ഹെവി ഡിസ്കൗണ്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ അപ്പൊ ട്യൂഷൻസിന്റെ ഏകദേശ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മാത്സ് സ്പീഡ് ബൂസ്റ്റർ ഉള്ളവർക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നമ്മുടെ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണ്, സ്ട്രക്ചർ ആണെന്നുള്ളതെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. വെൽക്കം ടു അമൽസ് അക്കാഡമി. ബൈ.